ഭാഗ്യവും സന്താനഭാഗ്യം നമ്മൾ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി. എൻ്റെ കാര്യങ്ങൾ നടന്നു, ഞാൻ ഹാപ്പി. ആ നാടുകളിൽ നിന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. എല്ലാവർക്കും കാര്യസാധ്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൻ്റെ മുന്നത്തിനായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ബോർഡുണ്ട്. അതിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളത്തിൽ മുഴുവൻ എഴുതിയിട്ടുണ്ട്. കാരണം അത്ര ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ നേരെ മുൻഭാഗം. നമുക്ക് ഉള്ളോട്ട് കിടക്കാം. Okay, let's go. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലേക്കാണ്. കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണിത്. നിങ്ങളൊരു വിഷ്ണുമായ ഭക്തനാണെന്നെ തീർച്ചയായിട്ടും കമന്റ് ഇടാൻ മറക്കല്ലേ. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ തന്നെ ഒരുപാട് ശ്രീ വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് ഇതും. ഈ കാണുന്നതാണ് വിഷ്ണുമായ സ്വാമി പോത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്നതായിട്ടുള്ള ശില്പം. അമ്പലത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വലിയൊരു കുളാണ്. അതിന്റെ ചുറ്റിലായിട്ട് കുറേ ശില്പങ്ങളുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഈ അമ്പലത്തിന്റെ ഭംഗി കണ്ട് കുറേ പേര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ചെയ്തു വെച്ചിരിക്കുന്ന പല ശില്പങ്ങളും ഈ വിഷ്ണുമായ സ്വാമിയുടെ നേരത്തെയുള്ള ഐതിഹ്യങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. കുളത്തിന്റെ ചുറ്റുപാടായിട്ട് ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. കുളത്തിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ശിവനും പാർവതിയാണ്. ശിവന്റെയും പാർവതിന്റെ പുത്രനാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. സ്വാമിയുടെയും പാർവതി ദേവീൻ്റെതും. പിന്നെ ഈ പോത്തിൻ്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. അതുകൊണ്ട് ഫ്രണ്ട് തന്നെയായിട്ട് സ്വാമിയുടെ 2 വിഗ്രഹമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്ന് ഇങ്ങനെ നോക്കണ സമയത്ത് നമുക്ക് തോന്നും ഒരു ഗോൾഡൻ ടെമ്പിളിൽ എത്തിയതുപോലത്തെ ഒരു ഫീല്. ഇത് മാത്രമല്ല, ഒരു കൊട്ടാരത്തിന്റെയോ ഒരു കോവിലകത്തിന്റെയോ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, അമ്പലത്തിന്റെ അകത്തേക്ക് പോവാം. നമുക്ക് ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല, നോക്കാം നമുക്ക്. ഇതൊരു വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് സംഗീതമൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം വലുപ്പത്തിലാണെന്നറിയോ ഈ ക്ഷേത്രം ഉള്ളത്. പണ്ടുള്ള ആളുകൾ പറയുന്ന കേട്ടിക്കില്ല, അത്തല തൊട്ട് ഇത്തല വരെ ഉണ്ട് എന്ന്. നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ പരപ്പിലും വിസ്താരത്തിലുമാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നമുക്ക് എങ്ങനെയാണ് കടക്കാൻ പറ്റുക അറിയില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചുറ്റുപാടും CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. പോത്തിന്റെ ശില്പം അത് ഒരു 1.5 ശില്പമാണ് ഗൈസ്. അപ്പോൾ ഒരു അടിപൊളിയാണ്. നിങ്ങൾക്കത് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നല്ല ഒരു പോത്തുകുട്ടൻ, നല്ല തടിയിലും വലുപ്പത്തിലും അങ്ങനെ കാവലായിട്ട് ഇരിക്കുകയാണ്. അമ്പലത്തിലേക്ക് വന്ന കുട്ടികളൊക്കെ പോത്തിന്റെ ചെവിയും കൊമ്പൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട്. കാരണം അത് അത്രയും വലുപ്പത്തിലാണ്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുന്നത്. അമ്പലത്തിന്റെ പടികളിൽ കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ വിശാലമായിട്ട് കിടക്കുന്ന പാർക്കിംഗ് സൗകര്യവും എല്ലാ രീതിയിലുള്ള സൗകര്യമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഈ കൂടുതൽ വാചകം അടിച്ചിട്ട് നേരം വൈകുന്നില്ല, നമുക്ക് അകത്തേക്ക് കയറാം. ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം വരുന്നത്. നമുക്ക് ഒരിക്കലും ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ചേട്ടാ പേരെന്താണ്? ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും ഇതിൻ്റെ അമ്പലത്തിൻ്റെ ശക്തിയും ഒക്കെ കേട്ടിട്ട് വന്നതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് പൂജ വിധികൾ എങ്ങനെയാണ്? ഇത് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ്. 10 പരമ്പരയായിട്ട് പൂജിച്ചു വരുന്നത് ഡോക്ടർ വിഷ്ണുഭാരതി സ്വാമിയാണ് ഇവിടുത്തെ ആധിപത്യവും മഠാധിപത്യവുമാണ്. ഇവിടെ രാവിലെ 2 പൂജകളുണ്ട്. അതിനുശേഷം കൽപ്പനയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാമി വിഷ്ണുമായ സ്വാമി ഉറഞ്ഞു തുള്ളി നൃത്തത്തിൽ വന്ന് നമ്മളിൽ വന്നുപെട്ടിരിക്കുന്ന സർവ്വ ദുരിത ദുഃഖങ്ങളെയും ശ്രേയസ് മാറ്റി ശ്രേയസ്സും ഐശ്വര്യം ഉണ്ടാക്കി തരും. എന്ത് ദുരിതങ്ങളും എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും സ്വാമി പരിപാലിച്ച് പടി കയറ്റി അവിടെ വെച്ച് കൽപ്പന പറഞ്ഞ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ പരിപാലിച്ച് അതിനുള്ള പരിഹാര കർമ്മങ്ങളും ഈ അമ്പലം ചെയ്തു കൊടുക്കും. അതിനുള്ള സേവാശക്തികൾ തരും. ഏലസ് യന്ത്രം മഹാമന്ത്രം സർവീശ്വരങ്ങളും അതൊക്കെ വെച്ച് നമ്മൾ ധാരണ നടത്തുകയോ അല്ല പൂജാതി കർമ്മങ്ങൾ നടത്തുകയോ
ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിലും ശ്രേയസ്സും ഐശ്വര്യം ഉണ്ടാകും. രാവിലെ നമുക്ക് 5 മണിക്ക് നട തുറക്കും. പിന്നെ നമുക്ക് വൈകിട്ട് 9 മണിക്ക് നട അടക്കുക. അപ്പോൾ അതിനുള്ളിൽ ഏത് സമയത്തും വന്നിട്ട് നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് പ്രാർത്ഥനകൾ നടക്കുകയോ അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് പ്രാർത്ഥന വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തുമോ. അന്നദാനമുണ്ട്, രാവിലെ പ്രാർത്ഥനയുണ്ട്, രാവിലെ അത് കഴിഞ്ഞ് ഉച്ചക്ക് അന്നദാനങ്ങളുണ്ട്, പിന്നെ വൈകിട്ട് ചായ കാപ്പി ഇങ്ങനെയൊക്കെ കൊടുക്കും. ഇത് ഏറ്റവും ശ്രേയസ്സും ഐശ്വര്യമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി മാംഗല്യഭാഗ്യവും സന്താനഭാഗ്യവും നമ്മൾ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം. പുരാതനമായ ക്ഷേത്രം 10 പരമ്പരയായിട്ട് പോയിച്ചു വരികയാണ്. ഇതൊക്കെയാണ് അമ്പലത്തിന്റെ കുറേ വിശേഷങ്ങൾ. അകത്ത് ക്യാമറ ഉപയോഗിക്കാമെങ്കിലും കൂടുതലായിട്ട് ശ്രീകോവിലിന്റെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഈ കാണുന്നതെല്ലാം ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളാണ്. ഇവിടെ പ്രധാനമായിട്ട് കുറേ വഴിപാടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പൂജകളാണ് അമാവാസി ശക്തി പൂജ, കൽപ്പന, സർപ്പബലി എന്നിവ. ഞാൻ അമ്പലത്തിലെത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും 12 മണിക്ക് മുമ്പേ നടക്കുന്ന നൃത്ത ദർശനം എനിക്ക് കാണാൻ പറ്റിയില്ല. നൃത്തദർശനം എന്ന് പറയുന്നത് വിഷ്ണുമായ സ്വാമി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആളുകൾക്ക് പ്രശ്നപരിഹാരങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ വരുന്ന ഒരുപാട് പേർക്ക് കാര്യസാധ്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പൂജകൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. അത് പ്രത്യേക ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതായത് ചൊവ്വാഴ്ചകളിലും അമാവാസി ദിവസങ്ങളിലും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ പറയുന്ന കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പൂജകളും കൽപ്പനകളും ഒക്കെ ചെയ്യുമ്പം കാര്യസാധ്യം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ബിസിനസ്സുകാര്, രാഷ്ട്രീയക്കാര്, സിനിമാ താരങ്ങള്, സെലിബ്രിറ്റീസ്, അങ്ങനെ ഒരുപാട് പേരാണ് ഇവിടെ വരുന്നത്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, കുടുംബത്തിൽ കലഹം ഉണ്ടാവുമ്പോൾ അതെല്ലാം തീർക്കുന്നുണ്ട്, ബാധദോഷം, അങ്ങനെ പലതരത്തിലുള്ള ആവശ്യക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷ്ണുമായ സ്വാമി മാത്രമല്ല പ്രതിഷ്ഠയിട്ടുള്ളത്, ഭദ്രകാളി, അങ്ങനെ ഒരുപാട് മൂർത്തികളുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു വന്നു. അമ്പലത്തിന്റെ നേരെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും. എപ്പം വരണം, എപ്പം വരരുത്, പ്രധാന വഴിപാട് നടക്കുന്ന ദിവസങ്ങൾ ഏതെല്ലാം ആണ്, ഇവിടെ എത്താനുള്ള കറക്റ്റ് ലൊക്കേഷൻ. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊരിക്കലും അമ്പലങ്ങളുടെ പ്രൊമോഷൻ അല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റീൽസിലും ഷോർട്സിലും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് കാര്യം സാധിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഏതൊരു ദൈവത്തിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനാ പൈസ? നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പണം കൊടുത്തിട്ടുള്ള യാതൊരു തട്ടിപ്പിലും പോയി പെടാതിരിക്കുക. ദൈവങ്ങളെ പേര് പറഞ്ഞിട്ട് കൂടോത്രം, മന്ത്രവാദം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും. ദയവ് ചെയ്ത് ആരും അങ്ങനെയുള്ള ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക. തെലുങ്കന്മാരുണ്ട്, മലയാളികൾ, ഭൂരിപക്ഷം മലയാളികളുണ്ട്. എങ്കിൽ പോലും അന്യ നാടുകളിൽ നിന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. എല്ലാവർക്കും കാര്യസാധ്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് എൻ്റെ കാര്യങ്ങൾ നടന്നു, ഞാൻ ഹാപ്പിയായി, അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ്. ഈ ഒരു പ്രദേശം, അതായത് ഈ പെരിങ്ങോട്ടുകര മൊത്തമായിട്ട് ഈ ഒരു ഭഗവാന്റെ ആ ഒരു ഇതിലാണ് വളരുന്നതും. കുറേ സാമ്പത്തികമായിട്ട് എന്താ പറയുക, കച്ചവടങ്ങൾ, യാത്രകൾ, ഈ റൂട്ടിലേക്ക് മാത്രമായിട്ടും ആണ് ബസ് ഓടുന്നത്. അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് പേര് കയറുന്നുണ്ട്. അങ്ങനെ ബസ് റൂട്ട് പോലും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സൈനിങ് ഓഫ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ.